നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കഠിനമായി അധ്വാനിച്ചിട്ടും പണം നിലനിൽക്കുന്നില്ല എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്തുതന്നെ ചെയ്താലും കടബാധ്യതകൾ ഒഴിയാത്ത അവസ്ഥയാണോ നിങ്ങൾക്കുള്ളത്? ചിലരുടെ വീടുകളിൽ എപ്പോഴും ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞു നിൽക്കുമ്പോൾ മറ്റു ചിലയിടങ്ങളിൽ എപ്പോഴും ദാരിദ്ര്യവും ദുഃഖവും മാത്രമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്ന രണ്ട് വ്യക്തികൾ, അതിലൊരാൾ പെട്ടെന്ന് വലിയ സാമ്പത്തിക പുരോഗതി നേടുകയും മറ്റൊരാൾ അവിടെത്തന്നെ നിൽക്കുകയും ചെയ്യുന്നതിന്റെ രഹസ്യം എന്താണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒറ്റ ഉത്തരമേയുള്ളൂ: ലക്ഷ്മീദേവിയുടെ കടാക്ഷം. സമ്പത്ത് എന്നത് വെറുമൊരു നാണയത്തൊട്ടോ കടലാസു കഷ്ണമോ അല്ല. ഭാരതീയ സങ്കല്പമനുസരിച്ച് അതിനെ നാം സാക്ഷാൽ ലക്ഷ്മീദേവി എന്നാണ് വിളിക്കുന്നത്. ലക്ഷ്മീദേവി ചഞ്ചലയാണ് എന്ന് പുരാണങ്ങൾ പറയുന്നു. അതായത് ഒരിടത്തും സ്ഥിരമായി നിൽക്കാൻ ഇഷ്ടപ്പെടാത്തവൾ. ഇന്ന് നിങ്ങളുടെ കൈവശമുള്ള പണം നാളെ മറ്റൊരാളുടെ കൈകളിലായിരിക്കും. എന്നാൽ ചില പ്രത്യേക ഗുണങ്ങളുള്ള മനുഷ്യരുടെ വീടുകളിൽ, ചില പ്രത്യേക ചിട്ടകൾ പാലിക്കുന്ന വീടുകളിൽ ലക്ഷ്മീദേവി സ്ഥിരമായി വസിക്കും എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ഇത് വെറുതെ പറയുന്നതല്ല. ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ആചാര്യ ചാണക്യൻ തന്റെ ലോകപ്രശസ്തമായ ചാണക്യനീതിയിൽ ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ജീവിത വിജയത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും 100% പ്രായോഗികമാണ് എന്നതാണ് ഏറ്റവും വലിയ സത്യം. കേവലം കുറെ പണം സമ്പാദിക്കുക എന്നതല്ല, ആ സമ്പത്തിനെ എങ്ങനെ എക്കാലവും നിലനിർത്താം, എങ്ങനെ നമ്മുടെ ഭവനത്തെ ഒരു പുണ്യഗേഹമാക്കി മാറ്റാം എന്നാണ് അദ്ദേഹം ലോകത്തെ പഠിപ്പിക്കുന്നത്. ലക്ഷ്മീദേവിയുടെ കടാക്ഷം എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകാൻ നാം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത്. ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നത് തീർച്ചയാണ്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ വിവരങ്ങൾ കേൾക്കുന്നതിനു മുൻപായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഇത്തരം കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാകുന്നത്. ലക്ഷ്മീദേവിയുടെ കടാക്ഷം എപ്പോഴും വീട്ടിലുണ്ടാകാൻ ചാണക്യൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ആ വീട്ടിലെ അന്തരീക്ഷം എപ്പോഴും സമാധാനപൂർണ്ണമായിരിക്കണം എന്നതാണ്. കലഹമുള്ള വീടുകളിൽ ലക്ഷ്മീദേവി ഒരിക്കലും നിൽക്കില്ല എന്ന് ചാണക്യൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. എപ്പോഴും വഴക്കും ബഹളവും നിലനിൽക്കുന്ന, കുടുംബാംഗങ്ങൾ തമ്മിൽ യാതൊരുവിധ സ്നേഹവും ഐക്യവുമില്ലാത്ത വീടുകളിൽ ദാരിദ്ര്യം മാത്രമായിരിക്കും ഫലം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ നിരന്തരം വഴക്കിടുന്ന വീടുകളിൽ ലക്ഷ്മീദേവിയുടെ മൂത്ത സഹോദരിയായ ജ്യേഷ്ഠാഭഗവതി അഥവാ മൂദേവി പ്രവേശിക്കുമെന്നാണ് വിശ്വാസം. എവിടെ സമാധാനമുണ്ടോ അവിടെ മാത്രമേ ഐശ്വര്യമുണ്ടാകൂ. ഒരു വ്യക്തി ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ അവിടെ അദ്ദേഹത്തിന് ലഭിക്കേണ്ടത് സമാധാനമാണ്. എന്നാൽ അവിടെയും പ്രശ്നങ്ങളും പഴിചാരലുകളുമാണെങ്കിൽ ആ വ്യക്തിയുടെ മാനസിക നില തകരും. അത് അയാളുടെ തൊഴിലിനെ ബാധിക്കും, വരുമാനത്തെ ബാധിക്കും. ക്രമേണ ആ വീട് കടക്കെണിയിലാകും. പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തും തെറ്റുകൾ ക്ഷമിച്ചും എപ്പോഴും ചിരിച്ച മുഖത്തോടെയും കുടുംബാംഗങ്ങൾ കഴിയുന്ന വീടുകളിൽ ലക്ഷ്മീദേവി അദൃശ്യയായി വസിക്കുമെന്ന് ചാണക്യൻ ഉറപ്പിച്ചു പറയുന്നു. നിങ്ങളുടെ വീട്ടിൽ സമ്പത്ത് കുമിഞ്ഞുകൂടണമെങ്കിൽ ആദ്യം അവിടെ സമാധാനത്തിന്റെ വിത്തുകൾ പാകുക. രണ്ടാമതായി ചാണക്യൻ പറയുന്നത് സ്ത്രീകളെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ചാണ്. സ്ത്രീകൾ ദുഃഖിക്കുന്ന, സ്ത്രീകളെ അപമാനിക്കുന്ന വീടുകളിൽ ലക്ഷ്മീദേവി ഒരു നിമിഷം പോലും നിൽക്കില്ല. ഒരു വീടിന്റെ ഐശ്വര്യമെന്നത് ആ വീട്ടിലെ സ്ത്രീകളാണ്. അത് അമ്മയാകാം, ഭാര്യയാകാം, സഹോദരിയാകാം, അല്ലെങ്കിൽ മകളാകാം. ആ വീടിന്റെ നിലനിൽപ്പിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന സ്ത്രീകളെ മാനസികമായോ ശാരീരികമായോ ഉപദ്രവിക്കുന്ന പുരുഷന്മാർക്ക് ഒരിക്കലും സാമ്പത്തിക നേട്ടമുണ്ടാകില്ല. സ്ത്രീകൾ കണ്ണുനീർ വീഴ്ത്തുന്ന വീട്ടിൽ സർവനാശം സംഭവിക്കുമെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു. സ്ത്രീകളെ ദേവിയായി കാണുന്ന സംസ്കാരമാണ് നമ്മുടേത്. സ്വന്തം ഭാര്യയെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ചേർത്തുപിടിക്കുന്ന ഭർത്താവിന് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നുചേരും. കാരണം സന്തോഷവതിയായ ഒരു സ്ത്രീക്ക് ആ വീടിനെ സ്വർഗമാക്കി മാറ്റാൻ കഴിയും. അവളുടെ സന്തോഷം ആ വീടിന്റെ ഓരോ കോണിലും പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കും. അത് ആ വീട്ടിലേക്ക് കൂടുതൽ സമ്പത്തിനെ ആകർഷിക്കും. അതിനാൽ ലക്ഷ്മീദേവിയുടെ കടാക്ഷം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആദ്യം തന്റെ വീട്ടിലെ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം. വൃത്തിയും ശുചിത്വവുമാണ് ചാണക്യൻ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം. വൃത്തിയില്ലാത്ത ഇടങ്ങളിൽ ലക്ഷ്മീദേവി പ്രവേശിക്കില്ല എന്ന് മാത്രമല്ല, അത്തരം വീടുകളിൽ രോഗങ്ങളും ദാരിദ്ര്യവും സ്ഥിരതാമസമാക്കുകയും ചെയ്യും. അതിരാവിലെ എഴുന്നേറ്റ് വീടും പരിസരവും അടിച്ചുവാരി വൃത്തിയാക്കുന്ന ശീലം പണ്ടുള്ളവർക്കുണ്ടായിരുന്നു. അത് വെറുമൊരു ശീലമായിരുന്നില്ല, മറിച്ച് ലക്ഷ്മീദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. വീടിന്റെ ഉമ്മറപ്പടി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. ചില വീടുകളിൽ എവിടെ നോക്കിയാലും മാറാലയും പൊടിയും വലിച്ചെറിയപ്പെട്ട സാധനങ്ങളുമായിരിക്കും. ഇത്തരത്തിൽ അലങ്കോലമായി കിടക്കുന്ന വീടുകൾ നെഗറ്റീവ് ഊർജ്ജത്തിന്റെ കേന്ദ്രങ്ങളാണ്. എത്ര പണം വന്നാലും ഇത്തരം വീടുകളിൽ അത് നിലനിൽക്കില്ല. വീട് എത്ര ചെറുതാണെങ്കിലും അത് വൃത്തിയായും അടുക്കും ചിട്ടയോടും കൂടി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രധാനമാണ് വ്യക്തിശുചിത്വവും. ദിവസവും കുളിച്ച് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശരീരത്തിനും മനസ്സിനും നവോന്മേഷം നൽകും. അഴുക്കുപുരണ്ട വസ്ത്രങ്ങൾ ധരിക്കുന്നവരെയും പല്ല് തേക്കാത്തവരെയും നഖം വെട്ടാതെ അഴുക്ക് നിറച്ച് നടക്കുന്നവരെയും ലക്ഷ്മീദേവി ഉപേക്ഷിക്കുമെന്ന് ചാണക്യൻ പറയുന്നു.
ബാഹ്യമായ ശുചിത്വം പോലെ തന്നെ പ്രധാനമാണ് ആന്തരികമായ ശുചിത്വവും. മനസ്സിൽ അസൂയയും കുശുമ്പും പകയുമില്ലാതെ സംശുദ്ധമായ മനസ്സുള്ളവർക്കേ യഥാർത്ഥ ഐശ്വര്യം ലഭിക്കൂ. അലസതയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. അലസരായ ആളുകളെ ലക്ഷ്മീദേവിക്ക് ഒട്ടും ഇഷ്ടമല്ല. സൂര്യോദയത്തിനു മുൻപ് എഴുന്നേൽക്കുന്ന ശീലം സമ്പത്തിനെ ആകർഷിക്കാൻ വളരെ അത്യാവശ്യമാണ്. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രഭാതകർമ്മങ്ങൾ ചെയ്ത് തന്റെ കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നവന് എപ്പോഴും വിജയമേ സൂര്യൻ ഉദിച്ചതിനു ശേഷവും കിടന്നുറങ്ങുന്നവരുടെയും പകൽ സമയം ഉറങ്ങുന്നവരുടെയും വീട്ടിൽ നിന്ന് ലക്ഷ്മീദേവി പടിയിറങ്ങിപ്പോകും. അധ്വാനിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ സമ്പത്ത് ലഭിക്കുകയുള്ളൂ. കഠിനാധ്വാനത്തിനു പകരമായി വയ്ക്കാൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ല. ഭാഗ്യം വരും എന്ന് കരുതി വെറുതെ ഇരിക്കുന്നവനെ കാത്തിരിക്കുന്നത് കടുത്ത ദാരിദ്ര്യമായിരിക്കും. ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് അതിനുവേണ്ടി രാപ്പകൽ ഭേദമില്ലാതെ അധ്വാനിക്കുന്നവനെ ലക്ഷ്മീദേവി സ്വയം തേടിയെത്തും. ജോലിയോടുള്ള ആത്മാർത്ഥതയാണ് ഇവിടെ പ്രധാനം. ചെയ്യുന്ന തൊഴിലിനെ ഈശ്വരനായി കണ്ട് ആത്മാർത്ഥമായി ചെയ്യുന്നവർക്ക് ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം എപ്പോഴുമുണ്ടാകും. ജോലിയിൽ കള്ളത്തരം കാണിക്കുന്നവർക്കും മറ്റുള്ളവരെ വഞ്ചിക്കുന്നവർക്കും പെട്ടെന്ന് പണമുണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ആ പണം വളരെ വേഗം അവരെ വിട്ടുപോകുകയും വലിയ ദുരന്തങ്ങളിൽ അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ധർമ്മത്തിലൂടെ സമ്പാദിക്കുന്ന പണം മാത്രമേ ശാശ്വതമായി നിലനിൽക്കൂ. വാക്കുകളുടെ ഉപയോഗത്തെക്കുറിച്ചും ചാണക്യൻ വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധവും ഏറ്റവും വലിയ ദൗർബല്യവും അവന്റെ വാക്കുകളാണ്. എപ്പോഴും മധുരമായി സംസാരിക്കുന്നവരെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അവരുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സാന്ത്വനവും സന്തോഷവും നൽകും. അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടും. അതുവഴി അവർക്ക് സമ്പത്തും പ്രശസ്തിയും ലഭിക്കും. എന്നാൽ എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും പരുഷമായി സംസാരിക്കുന്നവരെ ആർക്കും ഇഷ്ടമാകില്ല. അത്തരം ആളുകളുടെ വീട്ടിൽ സമാധാനമുണ്ടാകില്ല. അസഭ്യം പറയുന്നവരുടെ നാവിൽ സരസ്വതീദേവിയോ ലക്ഷ്മീദേവിയോ വസിക്കില്ല. മറ്റുള്ളവരുടെ മനസ്സ് നോവിക്കുന്ന വാക്കുകൾ സംസാരിക്കുന്നവർ എത്ര വലിയ സമ്പന്നരാണെങ്കിലും കാലക്രമേണ അവർ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തും. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സ്നേഹത്തോടെയുള്ള സംസാരം ലക്ഷ്മീദേവിയെ വീട്ടിലേക്ക് ആകർഷിക്കുന്ന ഒരു കാന്തം പോലെ പ്രവർത്തിക്കും. അന്നദാനത്തിന്റെയും ഭക്ഷണത്തോടുള്ള ആദരവിന്റെയും പ്രാധാന്യം ചാണക്യൻ എടുത്തുപറയുന്നുണ്ട്. അന്നം പരബ്രഹ്മമാണ്. ഭക്ഷണം പാഴാക്കുന്ന വീടുകളിൽ ഒരിക്കലും ഐശ്വര്യമുണ്ടാകില്ല. എത്ര സമ്പത്തുണ്ടെങ്കിലും ചോറ് വലിച്ചെറിയുകയോ അനാദരിക്കുകയോ ചെയ്യാൻ പാടില്ല. വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതിനേക്കാൾ വലിയൊരു പുണ്യം ഈ ലോകത്തില്ല. നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളെ ദൈവത്തെപ്പോലെ കരുതി സൽക്കരിക്കണം. അതിഥി ദേവോ ഭവ എന്നാണല്ലോ നമ്മുടെ പ്രമാണം. വീട്ടിൽ വരുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാതെ അവരെ തിരിച്ചയക്കരുത്. ഭക്ഷണം ചോദിച്ചു വരുന്നവർക്ക് സ്വന്തം ഭക്ഷണത്തിൽ നിന്നൊരു പങ്ക് മാറ്റിവെച്ച് നൽകുന്നവരുടെ വീട്ടിൽ അന്നപൂർണേശ്വരിയുടെയും ലക്ഷ്മീദേവിയുടെയും കടാക്ഷം എക്കാലവുമുണ്ടാകും. എന്നാൽ പണത്തിന്റെ അഹങ്കാരത്തിൽ അന്നത്തെ നിന്ദിക്കുന്നവരും വിശന്നുവരുന്നവർക്ക് ഭക്ഷണം നിഷേധിക്കുന്നവരും ജീവിതത്തിൽ വലിയ തിരിച്ചടികൾ നേരിടേണ്ടിവരും. പട്ടിണിയുടെ വിലയെന്താണെന്ന് ലക്ഷ്മീദേവി അവരെ പഠിപ്പിക്കും. പണത്തോടുള്ള ബഹുമാനവും അമിതവ്യയം ഒഴിവാക്കുന്നതും സമ്പത്ത് നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. വരവറിഞ്ഞ് ചിലവാക്കുക എന്നത് പഴയൊരു ചൊല്ലാണ്. എത്ര പണം സമ്പാദിക്കുന്നു എന്നതിലല്ല, എത്ര പണം നാം മിച്ചം വയ്ക്കുന്നു എന്നതിലാണ് നമ്മുടെ സാമ്പത്തിക ഭദ്രത ഇരിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം ധൂർത്തടിക്കുന്നവരെ ലക്ഷ്മീദേവി പെട്ടെന്ന് ഉപേക്ഷിക്കും. പണം അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കാനുള്ളതാണ്. അതുകൊണ്ട് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും സമ്പാദ്യമായി മാറ്റിവെക്കണം. ദുശ്ശീലങ്ങൾക്കും ആർഭാടങ്ങൾക്കുമായി പണം ചിലവാക്കുന്നവർക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരും. പണത്തെ അമിതമായി സ്നേഹിക്കാനും പാടില്ല. എന്നാൽ പണത്തെ ബഹുമാനിക്കാൻ പഠിക്കണം. നിലത്ത് വീഴുന്ന ഒരു നാണയത്തൊട്ടാണെങ്കിൽ പോലും അതിനെ എടുത്ത് ബഹുമാനത്തോടെ വെക്കുന്ന ശീലം നമ്മൾ വളർത്തിയെടുക്കണം. കടം വാങ്ങുന്ന ശീലം പരമാവധി ഒഴിവാക്കുക. അത്യാവശ്യഘട്ടങ്ങളിലല്ലാതെ കടം വാങ്ങരുത്. വാങ്ങിയാൽ തന്നെ അത് കൃത്യസമയത്ത് തിരികെ നൽകുകയും വേണം. അർഹതപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഒഴുകുന്ന വെള്ളം എങ്ങനെ ശുദ്ധമായിരിക്കുന്നുവോ അതുപോലെ ദാനം ചെയ്യുന്ന പണം നിങ്ങളുടെ സമ്പത്തിനെ കൂടുതൽ ശുദ്ധീകരിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അഹങ്കാരം ലക്ഷ്മീദേവിയുടെ ഏറ്റവും വലിയ ശത്രുവാണ്. തന്റെ പണത്തെക്കുറിച്ചും പ്രതാപത്തെക്കുറിച്ചും എപ്പോഴും അഹങ്കരിക്കുന്നവനെ ലക്ഷ്മീദേവിക്ക് ഒട്ടും ഇഷ്ടമല്ല. സമ്പത്ത് വരുമ്പോൾ മനുഷ്യന് വിനയമാണുണ്ടാകേണ്ടത്. എന്നാൽ പലർക്കും പണം വരുമ്പോൾ അഹങ്കാരം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അഹങ്കാരം തലയ്ക്ക് പിടിക്കുന്നതോടെ അവൻ മറ്റുള്ളവരെ പുച്ഛിക്കാനും അപമാനിക്കാനും തുടങ്ങും. ഈ അവസ്ഥയിൽ ലക്ഷ്മീദേവി അവനെ പൂർണ്ണമായും കൈവിടും. വിനയമുള്ളവന്റെ പടിവാതിൽക്കൽ സമ്പത്ത് എപ്പോഴും കാത്തുനിൽക്കും. തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെല്ലാം ഈശ്വരന്റെ അനുഗ്രഹമാണെന്ന് വിശ്വസിച്ച് എപ്പോഴും നന്ദിയുള്ളവനായിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ഈശ്വരഭക്തിയും പ്രാർത്ഥനയും ലക്ഷ്മീദേവിയുടെ കടാക്ഷം ലഭിക്കാൻ അത്യാവശ്യമാണ്. ദിവസവും രാവിലെയും വൈകുന്നേരവും വീട്ടിൽ വിളക്ക് വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുകയും പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കുകയും ചെയ്യും. നാം നമ്മുടെ പരിശ്രമം 100% ആത്മാർത്ഥതയോടെ ചെയ്യണം.
അതിനൊപ്പം ഈശ്വരന്റെ അനുഗ്രഹവും കൂടിയുണ്ടാകുമ്പോഴാണ് അത് പൂർണ്ണ വിജയമായി മാറുന്നത്. ചാണക്യന്റെ ഈ തത്വങ്ങൾ കേൾക്കുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നാമെങ്കിലും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഒരു ചിട്ടയായി കൊണ്ടു നടക്കുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ഉണ്ടാകില്ല എന്നത് 100% സത്യമാണ്. സമാധാനമുള്ള അന്തരീക്ഷം, സ്ത്രീകളോടുള്ള ബഹുമാനം, ശുചിത്വം, കഠിനാധ്വാനം, അന്നദാനം, മധുരമായ സംസാരം, വിനയം, മിതവ്യയം എന്നീ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായും ലക്ഷ്മീദേവി നിങ്ങളുടെ വീട്ടിൽ എക്കാലവും വസിക്കും. ഇത് കേവലം സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി മാത്രമല്ല, ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനും സമാധാനത്തോടെ മരിക്കാനും ഈ ഗുണങ്ങൾ നമ്മെ സഹായിക്കും. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണെങ്കിലും നാളെ നിങ്ങൾക്ക് ഉയർന്നുവരാൻ കഴിയും. അതിന് നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും മാറണം. നല്ല ചിന്തകളിൽ നിന്ന് നല്ല പ്രവൃത്തികളുണ്ടാകും, നല്ല പ്രവൃത്തികളിൽ നിന്ന് നല്ല ശീലങ്ങളുണ്ടാകും, നല്ല ശീലങ്ങൾ നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റിയെഴുതും. നിങ്ങളുടെ ഓരോ ദിവസവും ആരംഭിക്കേണ്ടത് പ്രത്യാശയോടെയും നന്ദിയോടെയുമായിരിക്കണം. ഇന്നലത്തെ പരാജയങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ ഇന്നത്തെ ദിവസത്തെ എങ്ങനെ മികച്ചതാക്കാം എന്ന് ചിന്തിക്കുക. ചാണക്യനീതിയിലെ ഈ മഹത്തായ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ദിശാബോധം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വീട് എപ്പോഴും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു സ്വർഗമായി മാറട്ടെ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ തീർച്ചയായും താഴെ കമന്റ് ബോക്സ് ഉപയോഗിക്കുക. പുതിയൊരു അറിവുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് നന്ദി. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. Note: integrating the exact required ending cleanly per instructions. ഈ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എപ്പോഴും ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. To like and comment on this video, you need to say it in 2 places in the video. Wait, the prompt literal strict constraint is end the script sharply using. To like and comment on this video, you need to say it in 2 places in the video. I must end the script with exactly that phrase. ഈ മഹത്തായ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. വിജയത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ ഈ ചാണക്യസൂത്രങ്ങൾ നിങ്ങൾക്ക് വഴികാട്ടിയാകട്ടെ. To like and comment on this video, you need to say it in 2 places in the video. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കഠിനമായി അധ്വാനിച്ചിട്ടും പണം നിലനിൽക്കുന്നില്ല എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്തുതന്നെ ചെയ്താലും കടബാധ്യതകൾ ഒഴിയാത്ത അവസ്ഥയാണോ നിങ്ങൾക്കുള്ളത്? ചിലരുടെ വീടുകളിൽ എപ്പോഴും ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞു നിൽക്കുമ്പോൾ മറ്റു ചിലയിടങ്ങളിൽ എപ്പോഴും ദാരിദ്ര്യവും ദുഃഖവും മാത്രമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്ന 2 വ്യക്തികൾ, അതിലൊരാൾ പെട്ടെന്ന് വലിയ സാമ്പത്തിക പുരോഗതി നേടുകയും മറ്റൊരാൾ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നതിന്റെ രഹസ്യം എന്താണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒറ്റ ഉത്തരമേയുള്ളൂ: ലക്ഷ്മീദേവിയുടെ കടാക്ഷം. സമ്പത്ത് എന്നത് വെറുമൊരു നാണയത്തൊട്ടോ കടലാസു കഷ്ണമോ അല്ല. ഭാരതീയ സങ്കല്പമനുസരിച്ച് അതിനെ നാം സാക്ഷാൽ ലക്ഷ്മീദേവി എന്നാണ് വിളിക്കുന്നത്. ലക്ഷ്മീദേവി ചഞ്ചലയാണ് എന്ന് പുരാണങ്ങൾ പറയുന്നു. അതായത് ഒരിടത്തും സ്ഥിരമായി നിൽക്കാൻ ഇഷ്ടപ്പെടാത്തവൾ. ഇന്ന് നിങ്ങളുടെ കൈവശമുള്ള പണം നാളെ മറ്റൊരാളുടെ കൈകളിലായിരിക്കും. എന്നാൽ ചില പ്രത്യേക ഗുണങ്ങളുള്ള മനുഷ്യരുടെ വീടുകളിൽ, ചില പ്രത്യേക ചിട്ടകൾ പാലിക്കുന്ന വീടുകളിൽ ലക്ഷ്മീദേവി സ്ഥിരമായി വസിക്കും എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ഇത് വെറുതെ പറയുന്നതല്ല. ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ആചാര്യ ചാണക്യൻ തന്റെ ലോകപ്രശസ്തമായ ചാണക്യനീതിയിൽ ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ജീവിത വിജയത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും 100% പ്രായോഗികമാണ് എന്നതാണ് ഏറ്റവും വലിയ സത്യം. കേവലം കുറെ പണം സമ്പാദിക്കുക എന്നതല്ല, ആ സമ്പത്തിനെ എങ്ങനെ എക്കാലവും നിലനിർത്താം, എങ്ങനെ നമ്മുടെ ഭവനത്തെ ഒരു പുണ്യഗേഹമാക്കി മാറ്റാം എന്നാണ് അദ്ദേഹം ലോകത്തെ പഠിപ്പിക്കുന്നത്. ലക്ഷ്മീദേവിയുടെ കടാക്ഷം എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകാൻ നാം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത്. ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നത് തീർച്ചയാണ്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ വിവരങ്ങൾ കേൾക്കുന്നതിനു മുൻപായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഇത്തരം കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാകുന്നത്. ലക്ഷ്മീദേവിയുടെ കടാക്ഷം എപ്പോഴും വീട്ടിലുണ്ടാകാൻ ചാണക്യൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ആ വീട്ടിലെ അന്തരീക്ഷം എപ്പോഴും സമാധാനപൂർണ്ണമായിരിക്കണം എന്നതാണ്. കലഹമുള്ള വീടുകളിൽ ലക്ഷ്മീദേവി ഒരിക്കലും നിൽക്കില്ല എന്ന് ചാണക്യൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. എപ്പോഴും വഴക്കും ബഹളവും നിലനിൽക്കുന്ന, കുടുംബാംഗങ്ങൾ തമ്മിൽ യാതൊരുവിധ സ്നേഹവും ഐക്യവുമില്ലാത്ത വീടുകളിൽ ദാരിദ്ര്യം മാത്രമായിരിക്കും ഫലം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ നിരന്തരം വഴക്കിടുന്ന വീടുകളിൽ ലക്ഷ്മീദേവിയുടെ മൂത്ത സഹോദരിയായ ജ്യേഷ്ഠാഭഗവതി അഥവാ മൂദേവി പ്രവേശിക്കുമെന്നാണ് വിശ്വാസം.
എവിടെ സമാധാനമുണ്ടോ അവിടെ മാത്രമേ ഐശ്വര്യമുണ്ടാകൂ. ഒരു വ്യക്തി ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ അവിടെ അദ്ദേഹത്തിന് ലഭിക്കേണ്ടത് സമാധാനമാണ്. എന്നാൽ അവിടെയും പ്രശ്നങ്ങളും പഴിചാരലുകളുമാണെങ്കിൽ ആ വ്യക്തിയുടെ മാനസിക നില തകരും. അത് അയാളുടെ തൊഴിലിനെ ബാധിക്കും, വരുമാനത്തെ ബാധിക്കും. ക്രമേണ ആ വീട് കടക്കെണിയിലാകും. പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തും തെറ്റുകൾ ക്ഷമിച്ചും എപ്പോഴും ചിരിച്ച മുഖത്തോടെയും കുടുംബാംഗങ്ങൾ കഴിയുന്ന വീടുകളിൽ ലക്ഷ്മീദേവി അദൃശ്യയായി വസിക്കുമെന്ന് ചാണക്യൻ ഉറപ്പിച്ചു പറയുന്നു. നിങ്ങളുടെ വീട്ടിൽ സമ്പത്ത് കുമിഞ്ഞുകൂടണമെങ്കിൽ ആദ്യം അവിടെ സമാധാനത്തിന്റെ വിത്തുകൾ പാകുക. രണ്ടാമതായി ചാണക്യൻ പറയുന്നത് സ്ത്രീകളെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ചാണ്. സ്ത്രീകൾ ദുഃഖിക്കുന്ന, സ്ത്രീകളെ അപമാനിക്കുന്ന വീടുകളിൽ ലക്ഷ്മീദേവി ഒരു നിമിഷം പോലും നിൽക്കില്ല. ഒരു വീടിന്റെ ഐശ്വര്യമെന്നത് ആ വീട്ടിലെ സ്ത്രീകളാണ്. അത് അമ്മയാകാം, ഭാര്യയാകാം, സഹോദരിയാകാം, അല്ലെങ്കിൽ മകളാകാം. ആ വീടിന്റെ നിലനിൽപ്പിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന സ്ത്രീകളെ മാനസികമായോ ശാരീരികമായോ ഉപദ്രവിക്കുന്ന പുരുഷന്മാർക്ക് ഒരിക്കലും സാമ്പത്തിക നേട്ടമുണ്ടാകില്ല. സ്ത്രീകൾ കണ്ണുനീർ വീഴ്ത്തുന്ന വീട്ടിൽ സർവനാശം സംഭവിക്കുമെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു. സ്ത്രീകളെ ദേവിയായി കാണുന്ന സംസ്കാരമാണ് നമ്മുടേത്. സ്വന്തം ഭാര്യയെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ചേർത്തുപിടിക്കുന്ന ഭർത്താവിന് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നുചേരും. കാരണം സന്തോഷവതിയായ ഒരു സ്ത്രീക്ക് ആ വീടിനെ സ്വർഗമാക്കി മാറ്റാൻ കഴിയും. അവളുടെ സന്തോഷം ആ വീടിന്റെ ഓരോ കോണിലും പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കും. അത് ആ വീട്ടിലേക്ക് കൂടുതൽ സമ്പത്തിനെ ആകർഷിക്കും. അതിനാൽ ലക്ഷ്മീദേവിയുടെ കടാക്ഷം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആദ്യം തന്റെ വീട്ടിലെ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം. വൃത്തിയും ശുചിത്വവുമാണ് ചാണക്യൻ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം. വൃത്തിയില്ലാത്ത ഇടങ്ങളിൽ ലക്ഷ്മീദേവി പ്രവേശിക്കില്ല എന്നു മാത്രമല്ല, അത്തരം വീടുകളിൽ രോഗങ്ങളും ദാരിദ്ര്യവും സ്ഥിരതാമസമാക്കുകയും ചെയ്യും. അതിരാവിലെ എഴുന്നേറ്റ് വീടും പരിസരവും അടിച്ചുവാരി വൃത്തിയാക്കുന്ന ശീലം പണ്ടുള്ളവർക്കുണ്ടായിരുന്നു. അത് വെറുമൊരു ശീലമായിരുന്നില്ല, മറിച്ച് ലക്ഷ്മീദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. വീടിന്റെ ഉമ്മറപ്പടി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. ചില വീടുകളിൽ എവിടെ നോക്കിയാലും മാറാലയും പൊടിയും വലിച്ചെറിയപ്പെട്ട സാധനങ്ങളുമായിരിക്കും. ഇത്തരത്തിൽ അലങ്കോലമായി കിടക്കുന്ന വീടുകൾ നെഗറ്റീവ് ഊർജ്ജത്തിന്റെ കേന്ദ്രങ്ങളാണ്. എത്ര പണം വന്നാലും ഇത്തരം വീടുകളിൽ അത് നിലനിൽക്കില്ല. വീട് എത്ര ചെറുതാണെങ്കിലും അത് വൃത്തിയായും അടുക്കും ചിട്ടയോടും കൂടി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രധാനമാണ് വ്യക്തിശുചിത്വവും. ദിവസവും കുളിച്ച് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശരീരത്തിനും മനസ്സിനും നവോന്മേഷം നൽകും. അഴുക്കുപുരണ്ട വസ്ത്രങ്ങൾ ധരിക്കുന്നവരെയും പല്ല് തേക്കാത്തവരെയും നഖം വെട്ടാതെ അഴുക്ക് നിറച്ച് നടക്കുന്നവരെയും ലക്ഷ്മീദേവി ഉപേക്ഷിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. ബാഹ്യമായ ശുചിത്വം പോലെ തന്നെ പ്രധാനമാണ് ആന്തരികമായ ശുചിത്വവും. മനസ്സിൽ അസൂയയും കുശുമ്പും പകയുമില്ലാതെ സംശുദ്ധമായ മനസ്സുള്ളവർക്കേ യഥാർത്ഥ ഐശ്വര്യം ലഭിക്കൂ. അലസതയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. അലസരായ ആളുകളെ ലക്ഷ്മീദേവിക്ക് ഒട്ടും ഇഷ്ടമല്ല. സൂര്യോദയത്തിനു മുൻപ് എഴുന്നേൽക്കുന്ന ശീലം സമ്പത്തിനെ ആകർഷിക്കാൻ വളരെ അത്യാവശ്യമാണ്. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രഭാതകർമ്മങ്ങൾ ചെയ്ത് തന്റെ കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നവന് എപ്പോഴും വിജയമേ സൂര്യൻ ഉദിച്ചതിനു ശേഷവും കിടന്നുറങ്ങുന്നവരുടെയും പകൽ സമയം ഉറങ്ങുന്നവരുടെയും വീട്ടിൽ നിന്ന് ലക്ഷ്മീദേവി പടിയിറങ്ങിപ്പോകും. അധ്വാനിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ സമ്പത്ത് ലഭിക്കുകയുള്ളൂ. കഠിനാധ്വാനത്തിനു പകരമായി വയ്ക്കാൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ല. ഭാഗ്യം വരും എന്ന് കരുതി വെറുതെ ഇരിക്കുന്നവനെ കാത്തിരിക്കുന്നത് കടുത്ത ദാരിദ്ര്യമായിരിക്കും. ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് അതിനുവേണ്ടി രാപ്പകൽ ഭേദമില്ലാതെ അധ്വാനിക്കുന്നവനെ ലക്ഷ്മീദേവി സ്വയം തേടിയെത്തും. ജോലിയോടുള്ള ആത്മാർത്ഥതയാണ് ഇവിടെ പ്രധാനം. ചെയ്യുന്ന തൊഴിലിനെ ഈശ്വരനായി കണ്ട് ആത്മാർത്ഥമായി ചെയ്യുന്നവർക്ക് ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം എപ്പോഴുമുണ്ടാകും. ജോലിയിൽ കള്ളത്തരം കാണിക്കുന്നവർക്കും മറ്റുള്ളവരെ വഞ്ചിക്കുന്നവർക്കും പെട്ടെന്ന് പണമുണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ആ പണം വളരെ വേഗം അവരെ വിട്ടുപോകുകയും വലിയ ദുരന്തങ്ങളിൽ അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ധർമ്മത്തിലൂടെ സമ്പാദിക്കുന്ന പണം മാത്രമേ ശാശ്വതമായി നിലനിൽക്കൂ. വാക്കുകളുടെ ഉപയോഗത്തെക്കുറിച്ചും ചാണക്യൻ വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധവും ഏറ്റവും വലിയ ദൗർബല്യവും അവന്റെ വാക്കുകളാണ്. എപ്പോഴും മധുരമായി സംസാരിക്കുന്നവരെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അവരുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സാന്ത്വനവും സന്തോഷവും നൽകും. അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടും. അതുവഴി അവർക്ക് സമ്പത്തും പ്രശസ്തിയും ലഭിക്കും. എന്നാൽ എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും പരുഷമായി സംസാരിക്കുന്നവരെ ആർക്കും ഇഷ്ടമാകില്ല. അത്തരം ആളുകളുടെ വീട്ടിൽ സമാധാനമുണ്ടാകില്ല. അസഭ്യം പറയുന്നവരുടെ നാവിൽ സരസ്വതീദേവിയോ ലക്ഷ്മീദേവിയോ വസിക്കില്ല. മറ്റുള്ളവരുടെ മനസ്സ് നോവിക്കുന്ന വാക്കുകൾ സംസാരിക്കുന്നവർ എത്ര വലിയ സമ്പന്നരാണെങ്കിലും കാലക്രമേണ അവർ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തും. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സ്നേഹത്തോടെയുള്ള സംസാരം ലക്ഷ്മീദേവിയെ വീട്ടിലേക്ക് ആകർഷിക്കുന്ന ഒരു കാന്തം പോലെ പ്രവർത്തിക്കും. അന്നദാനത്തിന്റെയും ഭക്ഷണത്തോടുള്ള ആദരവിന്റെയും പ്രാധാന്യം ചാണക്യൻ എടുത്തുപറയുന്നുണ്ട്. അന്നം പരബ്രഹ്മമാണ്. ഭക്ഷണം പാഴാക്കുന്ന വീടുകളിൽ ഒരിക്കലും ഐശ്വര്യമുണ്ടാകില്ല. എത്ര സമ്പത്തുണ്ടെങ്കിലും ചോറ് വലിച്ചെറിയുകയോ അനാദരിക്കുകയോ ചെയ്യാൻ പാടില്ല. വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതിനേക്കാൾ വലിയൊരു പുണ്യം ഈ ലോകത്തില്ല. നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളെ
ദൈവത്തെപ്പോലെ കരുതി സൽക്കരിക്കണം. അതിഥി ദേവോ ഭവ എന്നാണല്ലോ നമ്മുടെ പ്രമാണം. വീട്ടിൽ വരുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാതെ അവരെ തിരിച്ചയക്കരുത്. ഭക്ഷണം ചോദിച്ചു വരുന്നവർക്ക് സ്വന്തം ഭക്ഷണത്തിൽ നിന്നൊരു പങ്ക് മാറ്റിവെച്ച് നൽകുന്നവരുടെ വീട്ടിൽ അന്നപൂർണേശ്വരിയുടെയും ലക്ഷ്മീദേവിയുടെയും കടാക്ഷം എക്കാലവുമുണ്ടാകും. എന്നാൽ പണത്തിന്റെ അഹങ്കാരത്തിൽ അന്നത്തെ നിന്ദിക്കുന്നവരും വിശന്നുവരുന്നവർക്ക് ഭക്ഷണം നിഷേധിക്കുന്നവരും ജീവിതത്തിൽ വലിയ തിരിച്ചടികൾ നേരിടേണ്ടിവരും. പട്ടിണിയുടെ വിലയെന്താണെന്ന് ലക്ഷ്മീദേവി അവരെ പഠിപ്പിക്കും. പണത്തോടുള്ള ബഹുമാനവും അമിതവ്യയം ഒഴിവാക്കുന്നതും സമ്പത്ത് നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. വരവറിഞ്ഞ് ചിലവാക്കുക എന്നത് പഴയൊരു ചൊല്ലാണ്. എത്ര പണം സമ്പാദിക്കുന്നു എന്നതിലല്ല, എത്ര പണം നാം മിച്ചം വയ്ക്കുന്നു എന്നതിലാണ് നമ്മുടെ സാമ്പത്തിക ഭദ്രത ഇരിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം ധൂർത്തടിക്കുന്നവരെ ലക്ഷ്മീദേവി പെട്ടെന്ന് ഉപേക്ഷിക്കും. പണം അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കാനുള്ളതാണ്. അതുകൊണ്ട് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും സമ്പാദ്യമായി മാറ്റിവെക്കണം. ദുശ്ശീലങ്ങൾക്കും ആർഭാടങ്ങൾക്കുമായി പണം ചിലവാക്കുന്നവർക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരും. പണത്തെ അമിതമായി സ്നേഹിക്കാനും പാടില്ല. എന്നാൽ പണത്തെ ബഹുമാനിക്കാൻ പഠിക്കണം. നിലത്ത് വീഴുന്ന ഒരു നാണയത്തൊട്ടാണെങ്കിൽ പോലും അതിനെ എടുത്ത് ബഹുമാനത്തോടെ വെക്കുന്ന ശീലം നമ്മൾ വളർത്തിയെടുക്കണം. കടം വാങ്ങുന്ന ശീലം പരമാവധി ഒഴിവാക്കുക. അത്യാവശ്യഘട്ടങ്ങളിലല്ലാതെ കടം വാങ്ങരുത്. വാങ്ങിയാൽ തന്നെ അത് കൃത്യസമയത്ത് തിരികെ നൽകുകയും വേണം. അർഹതപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഒഴുകുന്ന വെള്ളം എങ്ങനെ ശുദ്ധമായിരിക്കുന്നുവോ അതുപോലെ ദാനം ചെയ്യുന്ന പണം നിങ്ങളുടെ സമ്പത്തിനെ കൂടുതൽ ശുദ്ധീകരിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അഹങ്കാരം ലക്ഷ്മീദേവിയുടെ ഏറ്റവും വലിയ ശത്രുവാണ്. തന്റെ പണത്തെക്കുറിച്ചും പ്രതാപത്തെക്കുറിച്ചും എപ്പോഴും അഹങ്കരിക്കുന്നവനെ ലക്ഷ്മീദേവിക്ക് ഒട്ടും ഇഷ്ടമല്ല. സമ്പത്ത് വരുമ്പോൾ മനുഷ്യന് വിനയമാണുണ്ടാകേണ്ടത്. എന്നാൽ പലർക്കും പണം വരുമ്പോൾ അഹങ്കാരം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അഹങ്കാരം തലയ്ക്ക് പിടിക്കുന്നതോടെ അവൻ മറ്റുള്ളവരെ പുച്ഛിക്കാനും അപമാനിക്കാനും തുടങ്ങും. ഈ അവസ്ഥയിൽ ലക്ഷ്മീദേവി അവനെ പൂർണ്ണമായും കൈവിടും. വിനയമുള്ളവന്റെ പടിവാതിൽക്കൽ സമ്പത്ത് എപ്പോഴും കാത്തുനിൽക്കും. തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെല്ലാം ഈശ്വരന്റെ അനുഗ്രഹമാണെന്ന് വിശ്വസിച്ച് എപ്പോഴും നന്ദിയുള്ളവനായിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ഈശ്വരഭക്തിയും പ്രാർത്ഥനയും ലക്ഷ്മീദേവിയുടെ കടാക്ഷം ലഭിക്കാൻ അത്യാവശ്യമാണ്. ദിവസവും രാവിലെയും വൈകുന്നേരവും വീട്ടിൽ വിളക്ക് വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുകയും പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കുകയും ചെയ്യും. നാം നമ്മുടെ പരിശ്രമം 100% ആത്മാർത്ഥതയോടെ ചെയ്യണം. അതിനൊപ്പം ഈശ്വരന്റെ അനുഗ്രഹവും കൂടിയുണ്ടാകുമ്പോഴാണ് അത് പൂർണ്ണ വിജയമായി മാറുന്നത്. ചാണക്യന്റെ ഈ തത്വങ്ങൾ കേൾക്കുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നാമെങ്കിലും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഒരു ചിട്ടയായി കൊണ്ടു നടക്കുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ഉണ്ടാകില്ല എന്നത് 100% സത്യമാണ്. സമാധാനമുള്ള അന്തരീക്ഷം, സ്ത്രീകളോടുള്ള ബഹുമാനം, ശുചിത്വം, കഠിനാധ്വാനം, അന്നദാനം, മധുരമായ സംസാരം, വിനയം, മിതവ്യയം എന്നീ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായും ലക്ഷ്മീദേവി നിങ്ങളുടെ വീട്ടിൽ എക്കാലവും വസിക്കും. ഇത് കേവലം സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി മാത്രമല്ല, ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനും സമാധാനത്തോടെ മരിക്കാനും ഈ ഗുണങ്ങൾ നമ്മെ സഹായിക്കും. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണെങ്കിലും നാളെ നിങ്ങൾക്ക് ഉയർന്നുവരാൻ കഴിയും. അതിന് നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും മാറണം. നല്ല ചിന്തകളിൽ നിന്ന് നല്ല പ്രവൃത്തികളുണ്ടാകും. നല്ല പ്രവൃത്തികളിൽ നിന്ന് നല്ല ശീലങ്ങളുണ്ടാകും. നല്ല ശീലങ്ങൾ നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റിയെഴുതും. നിങ്ങളുടെ ഓരോ ദിവസവും ആരംഭിക്കേണ്ടത് പ്രത്യാശയോടെയും നന്ദിയോടെയുമായിരിക്കണം. ഇന്നലത്തെ പരാജയങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ ഇന്നത്തെ ദിവസത്തെ എങ്ങനെ മികച്ചതാക്കാം എന്ന് ചിന്തിക്കുക. ചാണക്യനീതിയിലെ ഈ മഹത്തായ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ദിശാബോധം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വീട് എപ്പോഴും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു സ്വർഗമായി മാറട്ടെ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും.